ഇന്നലത്തെ പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ ദിലീപേട്ടൻ പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് അംഗങ്ങളെ വന്ന് കണ്ടിരുന്നു. ഓരോ കുടുംബാംഗങ്ങളെ കുറിച്ച് മരച്ച് കലക്കി പഠിച്ചാണ് ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. ഗബ്രിയാണ് ബൊക്കെയൊക്കെ കൊടുത്ത് ദിലീപേട്ടനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. ശേഷം ശ്രീധുവിനോട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഇവിടുത്തെ കെയർ ടേക്കർ ആയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീധു വളരെ എക്സൈറ്റഡ് ആയി അതിനെന്താ ആയിക്കോ എന്നൊക്കെ പറഞ്ഞു. ഗബ്രീനെ ആക്കി പറഞ്ഞതാണോ ടങ് സ്ലിപ്പ് ആയതാണോ എന്നറിയില്ല. വന്നപാടെ ഗബ്രീനെ ഗർബി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ സായി കൃഷ്ണയുടെ മുടിയെ പറ്റിയിട്ട് ദിലീപ് ഒന്ന് ആക്കി പറയുന്നുണ്ട്. ഇതിവിടെ വന്ന് സ്ട്രെസ് അടിച്ചിട്ടാണോ ഇങ്ങനെ ആയത് എന്നൊക്കെ. അതുപോലെ ശ്രീധുവിനോട് തമിഴിലൊക്കെ കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ദിലീപേട്ടൻ. ശ്രീധുവിൻ്റെ ദിലീപേട്ടനോടുള്ള ക്വസ്റ്റ്യൻ തന്നെ സിനിമയിലെ നായികമാരൊക്കെ ആയോ അങ്ങനെയുള്ള രീതിയിലായിരുന്നു. നായിക വേണമെങ്കിൽ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് ശ്രീധു നിന്നിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കിട്ടിയ അവസരം നന്നായി ഒന്ന് മുതലാക്കാമെന്ന് കരുതി ജിൻഡപ്പൻ ചാൻസ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ദിലീപേട്ടൻ ജിൻഡപ്പനെ നിരാശനാക്കുന്നില്ല. നമുക്ക് ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നും കൂടെ കാണാമെന്ന് പറയുന്നുണ്ട്. അൻസിബ പഴയകാല ദിലീപ് ചിത്രങ്ങളെയൊക്കെ വാനോളം പുകഴ്ത്തി നല്ല പൊക്കിയടിക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ദിലീപേട്ടൻ സായി കൃഷ്ണയാണെന്ന് തോന്നുന്നു പെറ്റുകളെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഭാവനയെ പറ്റി ചെറുതായി ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അതായത് CID മൂസയിൽ ഭാവനേനെ ഞാനും ഒരു ഡോഗും ജനലിലൂടെ നോക്കുന്ന ഒരു സീനുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഭാവനയുടെ പേര് എടുത്തു പറഞ്ഞത്. അത് എനിക്കിത്തിരി ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ ഷോയുടെ തുടക്കത്തിൽ തന്നെ ദിലീപേട്ടൻ പറയുന്നുണ്ട് 2 ദിവസം എന്നെ ഇവർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു, എൻ്റെ വാച്ചും ഫോണും എല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നൊക്കെ. എന്തായാലും അൻസിബ പറഞ്ഞത് മരുഭൂമിയിൽ വീണ മഴ പോലെയാണ് ദിലീപേട്ടൻ്റെ BB ഹൗസിലേക്കുള്ള വരവ് എന്നാണ്. എനിക്കൊന്നേ ബോസണ്ണനോട് പറയാനുള്ളൂ, ഈ പരിപാടി ഇനിയും തുടരാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ ആ ധ്യാൻ ശ്രീനിവാസനെയും കൂടി ഒരു ദിവസം കൊണ്ടുവരണം. അതുകൊണ്ട് ധ്യാനിൻ്റെ മൂവിക്ക് വലിയ ഗുണം ഉണ്ടായില്ലെങ്കിലും ഷോയ്ക്ക് നല്ല ഗുണം ഉണ്ടാവും.